വണ്ടി ലോക്ക് ചെയ്തേരാ വണ്ടി ലോക്ക് ചെയ്തേ കാണിക്കും ഇവിടെ വണ്ടി ഇട്ടുണ്ടോ കാണിക്കും ഓരോരുത്തന്മാര് പോവാൻ തോന്നുന്നു. ചന്ദ്ര അഡ്വർടൈസ്മെന്റ് മെസ്സേജ് ഉണ്ടായിരുന്നു ഗൺസ് ഫോർ സെയിൽ അറ്റ് ലോ പ്രൈസ്. അല്ല അത് പറ്റില്ല അത് പറ്റില്ല അത് പറ്റില്ല. കാക്കാടാ വാ നമുക്ക് പെട്ടെന്ന് നിർത്തിട്ട് പോവാം. ഇതിന് ഇത്ര പാടെന്തിന് പെട്ടെന്ന് അടുത്ത സ്ഥലമൊക്കെ നമുക്ക് ഏതാന്ന് വെച്ചാൽ തീരുമാനിക്കാം. എല്ലാം സംസാരിച്ച് ഹലോ കേക്കത്തില്ലേ? നമ്മള് മീറ്റിംഗിന് ആരായിട്ടാ സിറ്റുവേഷൻ ട്രിപ്ലക്സ് എന്ന് പറഞ്ഞൊരു ഗെയിം കേട്ടോ. അല്ല അത് പറ്റൂലെന്ന് തോന്നളിയാ എനിക്ക് തോന്നുന്നു. ഇവിടെ വെച്ച് സംസാരിച്ചിട്ട് പോയാൽ മതിയാവോ? ഭാഗത്ത് തന്നെ സംസാരിക്കണോ? സംസാരിക്കണ പ്രശ്നമില്ല, പക്ഷെ അത് അല്ല അല്ലല്ല അല്ല അങ്ങനല്ല അങ്ങനല്ല അവിടെ സംസാരിക്കും ചോദിച്ചു നോക്കിയാ ദൈവത്തിനോട് ചോദിച്ചു നോക്കിയാലോ. നീ പറയുമ്പോ നമ്മള് ചെയ്യണോ? നീ അങ്ങോട്ട് ചെയ്യണോ? ഞാൻ ചോദിക്കണ കളിക്കുന്ന സെറ്റിങ്സ് സെറ്റിങ്സ് ഗ്രാഫിക്സ് എല്ലാം ലോ ആടാ. എല്ലാം ലോ എല്ലാം ലോ എല്ലാ സാധനവും ഓഫ് ആണ്ട. നോർമൽ 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 അനുസരിച്ചാണല്ലോ. അവിടെ പറഞ്ഞു കേട്ടില്ല ചന്ദ്രു. അവിടെ പറഞ്ഞു ഞാൻ കേട്ട് പിന്നെന്തെങ്കിലും പറഞ്ഞ ഇല്ലല്ല നമ്മളത് പറഞ്ഞു ഇവിടെ സംസാരിച്ച കുഴപ്പമുണ്ടോ? ഇവിടെ വെച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കൂലേ? മീറ്റിംഗ് ഏരിയയിൽ ഒന്ന് നടത്താം. സ്റ്റേജിൽ 4 പേര് മീറ്റിംഗ്. ചൊതുക്കാൻ നോക്കിയാണ് പറ്റൂല. ചൊതുക്കല് പറ്റൂല. നമുക്കൊക്കെയാണ് പിന്നെ ആർക്കാണ് ഓക്കെ അല്ലാത്തത്? അതുകൊണ്ടല്ലേ ചോദിച്ചത്. ഇപ്പം നീ വലിയ എണ്ണങ്ങള് കളിക്കില്ല കേട്ടാ. കളിക്കില്ല നീ കുറച്ചായില്ല. കൊച്ചുവായില് കൊച്ചു വർത്താനം കേട്ടാ. എനിക്ക് വർത്താനം വേണ്ട, അമിത വർത്താനം എനിക്ക് ഇഷ്ടമല്ല. വാറായപ്പോ എന്താടാ ആള് പറയുന്നത്? 17 ഉണ്ടായിരുന്നല്ലോ. സത്തന്മാരം തിരിച്ച് റേഡിയോ കയറിയില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ലോഡിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങുന്നില്ല കേട്ടാ. എനിക്ക് വണ്ടിയൊന്നും ലോഡാവുന്നില്ല. വണ്ടിയൊക്കെ മിന്നായിരുന്നു ഇത്ര നേരം. ഇനി അവിടെ ചെല്ലുമ്പോ വീണ്ടും ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങുന്നില്ല. ഇല്ല 5 റീഇൻസ്റ്റാൾ ചെയ്ത് ട്രിക്കി കോഡ് ഒന്ന് ഭീഷണി സെറ്റ് ചെയ്ത് തന്നെയാണ്. 5 ഓപ്പൺ ആവാതായി. ഇത് ഒരുപാട് ഇവിടെ ലോഡായി. ഇനി അപ്പുറത്ത് കഴിഞ്ഞു എന്നാ ബ്രോ വാ കഴിഞ്ഞു. Game on demand bro, thank you for the membership bro. Thank you bro. ഞാൻ നാളെ കഴിഞ്ഞിട്ടൊരു പുതിയ ലുക്കിൽ വരുന്നുണ്ട് ഗൈസ്. ഒന്ന് റെഡി ആയിട്ടിരുന്നോ കാണാൻ. വിഷയമായിരിക്കും അത്. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തടത്ത് അങ്ങനെ ഇതാക്കല്ലേ. പോയിട്ട് ഇവിടെ സംസാരിക്കും. ഹലോ പറഞ്ഞോ ബ്രോ. നമ്മുടെ ഒരു ചെറിയൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹലോ പറഞ്ഞോ. ഒരു ചെറിയൊരു ഒരാള് ലീവ് ചെയ്യണേ. ഒരാളും സോറി 4 പേർക്ക് പറ്റാടാ. 4 പേർക്ക് പറ്റും. ഇറ്റാച്ച് ഞാൻ പറഞ്ഞ 4 എന്നാണ്.
ആ പറഞ്ഞു. ഓക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. മീറ്റിംഗ് കഴിയുമ്പോ കണക്ട് റേഡിയോ ഇടണ സംസാരമായി. പിന്നെ അത് തൃശ്ശൂരിന്റെ അവിടെ വെച്ച് ഫയറിംഗ് സിറ്റുവേഷൻ ആയി. നമ്മുടെ ഇതിൽ നിന്ന് കുറച്ചധികം കാഷ്വാലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മള് ഇതിപ്പോ നമ്മുടെ കൂട്ടത്തില് ഇതുള്ള അടി വീണുണ്ട്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ലാസ്റ്റ് എനിക്ക് അപ്പൊ ഓർമ്മയുള്ളത്. ഒരു കാര്യം ചെയ്യട്ടെ, ഇത് ഇഷ്യൂ തുടങ്ങിയത് എന്തോ നമ്മുടെ ലീഡറിനെ ഒക്കെ ആവശ്യമില്ല നിങ്ങൾ ഇതിലോട്ട് ഡ്രാഗ് ചെയ്തിട്ടെന്നൊക്കെ എന്തൊക്കെ സംസാരം പറഞ്ഞു. അതെന്താണ് സംഭവം? നമ്മുടെ ലീഡറിന്റെ പേരൊക്കെ എന്തൊക്കെ സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് കുറച്ച് ക്ലിയർ ആണോ? ഹലോ, പറഞ്ഞു. അത് സിറ്റുവേഷൻ തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മള് ചുമ്മാ റോഡിൽ കൂടെ പോകുമ്പോ കണ്ണാപ്പി ഒന്ന് പിറ്റ് ചെയ്തു. അപ്പൊ എന്താ പിറ്റ് ചെയ്യുന്ന ചോദിച്ചപ്പോ പറഞ്ഞത് പട്ടി തീട്ടം റോട്ടിൽ കിടക്കുന്നുണ്ട് തട്ടിക്കളഞ്ഞാണ്. അങ്ങനെ ഒന്നല്ല, റോങ് സൈഡ് ആയിരുന്നു. റോങ് സൈഡ് ഇവര് റോങ് സൈഡിൽ കൂടെ വരുമായിരുന്നു. റോങ് സൈഡിൽ കൂടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ആദ്യം ഇവരെ ഇടിച്ചു. അല്ലണ്ണ എന്റെ റൈറ്റ് സൈഡ് ഇവര് വന്ന റോങ് സൈഡ് വരുന്നത്. അപ്പൊ ഞാൻ ഇവരെ ആദ്യം ഇടിച്ചു. ഇവര് ഇടിച്ചപ്പോഴത്തേക്ക് ഇവര് ബാക്കിലോട്ട് പോയി. എന്നിട്ട് ഞാൻ വീണ്ടും മെയിൻ കാരിലോട്ട് മുതുകിലോട്ട് കയറാൻ നോക്കും. അപ്പൊ വീണ്ടും ഇടിച്ചാലേ എനിക്ക് മുതുകി കയറാം. ഞാൻ ഇടിച്ച് കയറി. അപ്പൊ ഇവരൊന്ന് ചോദിച്ചു, ബ്രോ എന്താ പറ്റിയത്? ഞാൻ ബ്രോ നിങ്ങൾ റോങ് സൈഡ് അല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മാര് കൊണ തുടങ്ങി. അപ്പൊ ഉമ്മാര് എന്നെ രണ്ടുവട്ടം പിറ്റ് ചെയ്ത്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ബ്രോ ഇത്ര ഉള്ളു ബ്രോ സംഭവം, എന്റെ ഫ്രണ്ട് ഒരു തീട്ടം കടന്നു, ഞാൻ തീട്ടത്തെ തട്ടിത്തെറിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ സംസാരമായിട്ട് ഇവന്മാര് മുതുക്കി ഒന്ന് സംസാരിക്കാൻ വന്ന്. എന്നിട്ട് അത് കുറച്ച് ചെറിയ സംസാരമായിട്ട് അങ്ങ് പോയി. അത് നീ ഇവന്മാര് മറ്റേ ടിവിയുടെ തീട്ടം ഉണ്ടോ, ടിവിയുടെ കണ്ടി ഉണ്ടോന്ന് ഒന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗ്യാങ്സ് സെഫ്റ്റി ടാങ്ക് കൊണ്ട് നീമാര് അങ്ങോട്ട് വിട്ടോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ ഇവന്മാര് വന്നിട്ട് മറ്റേ വാസോണിനൊക്കെ ട്രാക്ക് ചെയ്തു. അതാണ് സംഭവം. ഞാൻ വേറൊന്നും പറയണില്ല. ഇപ്പൊ സിറ്റുവേഷനിൽ ഉള്ളവരായിട്ടൊക്കെ നിങ്ങക്ക് സംസാരിച്ച പോലെ. ഇപ്പൊ കണ്ണാപ്പി ആണെങ്കിൽ അവനെ സംസാരിച്ചു, അവനോട് സംസാരിച്ചു. ഞങ്ങളങ്ങനെയാണ് സംസാരിച്ചത്. കണ്ണാപ്പി പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. കണ്ണാപ്പിയാണ് കണ്ടി വായിൽ വെച്ചതെന്ന് പറഞ്ഞത്. ഞങ്ങള് കണ്ടിയുടെ കാര്യം രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ ഒരു ട്രിഗറിംഗ് സിറ്റുവേഷൻ ആണ്. എന്താണ് സംഭവം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ കണ്ണ? അത് മാത്രല്ല ലെഫ്റ്റ് സൈഡിൽ കൂടെ മാത്രമേ ഇല്ല, എനിക്കല്ല പ്രശ്നം. നിന്റെ ഗ്യാങ്ങിൽ ബാഗ് ഇട്ടിരുത്തൻ അവനാണ് പ്രശ്നം. അവനാണ് മറ്റേ TDM കയറുമ്പോ അടിച്ചിട്ടിട്ട് 2-3 ദിവസമായാലും അവന് പ്രശ്നമായിട്ട്. സ്വന്തം ഗ്യാങ്ങിലുള്ളവനെ ആദ്യം നീ നേരെയാക്കുക, എന്നിട്ട് ബാക്കി എന്റെ പ്രശ്നം നീ തീർക്കാൻ വാ. സ്വന്തം ഗ്യാങ്ങിൽ പറഞ്ഞു മനസ്സിലാക്കുക. കണ്ണാപ്പി അവരവരുടെ കാര്യം പറഞ്ഞാൽ മതി. ബാക്കി കാര്യം അവരെ ഗ്യാങ്ങിനൊക്കെ അവര് പോയിക്കോളും. നീ പറഞ്ഞാൽ മതി, കാര്യം പറ. നിങ്ങൾക്ക് സെയിം സീൻ ഇതുകൊണ്ട് ബ്രോ. ഞാൻ പറയുന്നത് എല്ലാരും ഒന്നും അല്ല പറയുന്നത്. ഇല്ല, ഞാൻ പറയുന്നത് എല്ലാരും അല്ല. നിങ്ങളെ ഇറങ്ങിന്നും ഈ വൈബ് എന്ന് പറഞ്ഞൊരു പയ്യൻ കുറച്ച് അധികമായിട്ട് അവനെന്തോ പ്രശ്നമുണ്ട്. അതിന് എനിക്ക് അറിയത്തില്ല. അവൻ ഇപ്പൊ കണ്ണാപ്പിടുത്ത് മാത്രമാണ് ഒരു പ്രശ്നം എനിക്ക് മനസ്സിലാക്കാം. അവന് നമ്മളെ കൂട്ടത്തിൽ ആരൊക്കെ വന്നാലും അവനൊരു വെറുതെ മറ്റേ ബോഡി ഇട്ട് വെടിയിക്കുന്നതും പിന്നെ ഷോ അടിക്കും. നമ്മൾ തിരിച്ചത് കാണുമ്പോൾ ട്രിഗർ ആവുന്നുണ്ട്. ഇല്ലാന്നല്ല പറയുന്നത്. ഇപ്പൊ കണ്ണാപ്പിയുടെ സൈഡിന്റെ കാര്യം മാത്രം പറയുമ്പോ ഒരു മിനിറ്റ്. അപ്പൊ ഇതിനകത്ത് രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അല്ല അതൊക്കെ അതല്ല പറഞ്ഞ പ്രശ്നം. അതല്ല നിങ്ങൾ പറഞ്ഞ ഇപ്പൊ കണ്ണാപ്പി പറഞ്ഞത് കണ്ണാപ്പിയുടെ സൈഡിലെ കുഴപ്പമുണ്ട്. നിങ്ങളെ ഗ്യാങ്ങിലുള്ള വേറെ ആരെങ്കിലും മറ്റേ വൈബ് എന്ന് പറഞ്ഞ കുഴപ്പമുണ്ട്. അതാണ് പ്രശ്നം മെയിനായിട്ട്. പക്ഷെ അതിന്റെ ഇടയിലോട്ട് സിറ്റി പോലും ഇല്ലാത്ത വരെ ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിച്ചത്. അത് ഞങ്ങൾ ഡ്രാഗ് ചെയ്തിട്ടില്ല ബ്രോ. അത് എനിക്ക് അറിയത്തില്ല. കണ്ണാപ്പി വാസുന്റെ പേര് പറഞ്ഞു. അല്ല സ്നൈപ്പ് സിറ്റുവേഷൻ ഉണ്ടായിരുന്ന സ്നൈപ്പ് കേട്ടാണ് വാസോണ്ണെ പറഞ്ഞത്. ഒറ്റ ബ്രോ, അത് ഞാൻ കേട്ട്. ഞാൻ ഇന്ന് അതായത് നിങ്ങള് മുതുക്കിന്റെ അവിടെ വെച്ചിട്ട് നിങ്ങള് മറ്റേ ദൈവങ്ങള് ചാറ്റിട്ടില്ലേ പുറത്തേക്ക്, അതായത് ട്രിഗർ ആക്കല്ലേ മുതുക്കിന്റെ അകത്തെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞപ്പോ നിങ്ങള് മറ്റേ ചന്ദ്രൻ വന്നിട്ട് അവിടെ നിങ്ങളുടെ അടുത്ത് കൊണച്ചോണ്ടിരുന്നത് കേട്ടായിരുന്നു നിങ്ങള്? ആ ടൈം ചന്ദ്രൻ വന്നത് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ലൈക്ക് എന്താ പറയാ ആ രീതിയിൽ സംസാരിച്ചു. അതെ. അപ്പൊ നിങ്ങൾ ആ ടൈമില് വേറെ നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു വലിയൊരു വണ്ടിയുണ്ട്, നീളം കൂടെ 6x6 വണ്ടി. ആ ലെഫ്റ്റ് കിടക്കണ ആ വണ്ടി, ആ വണ്ടിയിൽ നിന്ന് മറ്റേ എന്താ പറയാ വാസോണ്ണനെ പറയണത് ഞാൻ കേട്ടായിരുന്നു. എന്താണ് പറഞ്ഞത് ബ്രോ? കൊട്ടവാസം എന്ന് പറഞ്ഞോണ്ടിരുന്നത് ഞാൻ കേട്ടില്ല ബ്രോ. ചിലപ്പോ എല്ലാരും കേട്ട് കാണൂല, പക്ഷെ അത് പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആവശ്യം ഇല്ലാതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. വേറെ നമുക്ക് വേറെ അത് നമ്മൾ ഓൾറെഡി ക്ലിയർ ആക്കിയതാണ്. വീണ്ടും
പറഞ്ഞോ. പിന്നെ വേറൊരു കേസ് കൂടെ ഉണ്ട് ബ്രോ. ബെല്ലാരിയായിട്ട് നിങ്ങൾ സിറ്റുവേഷൻ ആയപ്പോ ഇന്നലെ രായന്റെ പേര് അതിന്റെ ഇടത്തിൽ എടുത്ത് ഡ്രാഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അല്ല രായന്റെ കേസ് വേറെ ഒന്നുമല്ല. ബെല്ലാരിയുടെ സിറ്റുവേഷനിൽ നമ്മളെ മെമ്പേഴ്സിന്റെ പേര് ഡ്രാഗ് ചെയ്യരുത്. അത് പറഞ്ഞതാണ്, മനസ്സിലായില്ലേ? പിന്നെ ബ്രോ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ടായിരുന്നു. നമ്മളിപ്പോ നടന്ന ഒരു ഓപ്പൺ വാറില്ലേ, ഇത് ഗ്യാങ് ഡ്രസ് ഇല്ലാണ്ട് ആരോ അല്ലല്ല എനിക്ക് ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്ന് വെച്ചാൽ ഗ്യാങ് ഡ്രസ് ഇല്ലാഞ്ഞല്ല, ഞാനാണ് വന്നത്. എനിക്ക് സിറ്റി ലോഡാവില്ല. എനിക്ക് മറ്റേ ഇത് 5 മറ്റേ വെളിയിലത്തെ കുറച്ച് പ്രശ്നം കാരണം അത് കാരണം എനിക്ക് ലോഡാവാതുകൊണ്ട് മാത്രം ഉണ്ടാകും. അല്ലാണ്ട് മനഃപൂർവ്വം ചെയ്തല്ല. അതിന്റെ POV കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മനഃപൂർവ്വം ചെയ്തല്ല. ഓക്കെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഓക്കെ. നിങ്ങൾക്ക് ഇപ്പൊ വാറായിട്ടാണ് ഇത് പോകാനാണ് താല്പര്യങ്ങൾ, അത് വിളിച്ചാൽ മതി. വാറായിട്ടാണ്. ഓക്കെ. അപ്പൊ നിങ്ങളത് വിളിച്ചാൽ മതി, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ ശരി. ഓക്കെ ബ്രോ, പോട്ടെ. ബൈ 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 ബൈ. ഗ്യാങ് ഡ്രസ് ഇല്ലാത്ത ആളൊന്നും അടിച്ചത് അപ്പൊ അവര് കൺഫേം ആക്കിയതായി. എടാ എനിക്ക് ഓക്കെയാണ്. എനിക്കൊന്ന് ലോഡിങ് ഇഷ്യൂ ഉണ്ടോന്ന് നോക്കോട്ടെ. ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ഉണ്ട്. ടൈം പറഞ്ഞായിരുന്നാ?